ഞാൻ എന്റെ ഇഷ്ടത്തിന് ജീവിക്കുന്നു, എന്റെ ഇഷ്ടത്തിന് ഞാൻ എന്റെ എന്റെ കാര്യങ്ങൾ ചെയ്യുന്നു, ഞാൻ അങ്ങനെ പോകുന്നു. ഞാൻ ഒരു ട്രാൻസ് കമ്മ്യൂണിറ്റിയിലും ഉള്ള വ്യക്തിയല്ല. പക്ഷെ ഞാൻ ചെയ്യുന്ന കാര്യങ്ങൾ ഇവർ ട്രാൻസ് കമ്മ്യൂണിറ്റിയുടെ ഉള്ളിലേക്ക് വലിച്ചയക്കരുത് എന്നൊരു അഭ്യർത്ഥന എനിക്കുണ്ട്. ഈ കമ്മ്യൂണിറ്റിയിൽ കുറെ ആൾക്കാരുണ്ട്, കമ്മ്യൂണിറ്റിനെ താഴ്ത്തി കെട്ടുന്ന, കമ്മ്യൂണിറ്റിനെ ഭയങ്കര മോശമായിട്ട് ഒരാൾ എങ്ങനെയെങ്കിലും വളർന്ന് പോയിക്കോട്ടെ. എന്തിനാണ് ഇത്ര വലിയ ഒരു കുശുമ്പ്? എന്തിനാണ്? അനന്യ ചേച്ചിയുടെ ഫ്ലാറ്റിൽ വെച്ചിട്ട് ജാസിയോട് ഞാൻ പറഞ്ഞപ്പോ ജാസി എന്താ എന്നോട് തിരിച്ചു പറഞ്ഞു? ജാസി കല്യാണം കഴിക്കരുത്, വേണ്ടാട്ടോ എന്ന് പറഞ്ഞപ്പോ ജാസി എന്നോട് എന്താ പറഞ്ഞ? എന്നെ കൊണ്ട് കല്യാണം കഴിയാൻ എനിക്ക് പറ്റും, എനിക്ക് അങ്ങനെ ജീവിക്കാൻ പറ്റും മോളെ എന്ന് പറഞ്ഞു. അപ്പൊ ജാസി ഇത് ഫോഴ്സ് മാരേജ് ആയിരുന്നു ജാസി? അത് അപ്പൊ അവര് പറഞ്ഞത് ഓണറെ പിടിച്ചിട്ടേ അവിടെ സ്റ്റാഫ് വീഡിയോ എടുത്തത് ഓണർ പറഞ്ഞത്ര ഇതിന്റെ പേരിൽ ഒരു ഇഷ്യൂ ആക്കണ്ടെന്ന് പറഞ്ഞിട്ട് ഓണർ പേടിച്ചിട്ട് അവിടെ ഉണ്ടായിരുന്ന ക്ലീനിങ് സ്റ്റാഫ് ഉണ്ടെന്ന് ചേച്ചിണ്ടായിരുന്നു. നമുക്ക് തീരെ അത് ഡിലീറ്റ്. ഞാൻ പറഞ്ഞ എന്ത് പണിയാണ് ചെയ്തത്, എനിക്കൊന്ന് അയച്ചു തന്നതിന് ശേഷം ബ്രസ്റ്റ് സർജറിയുമായിട്ട് ബന്ധപ്പെട്ട് ഇതുപോലൊരു വിവാദത്തിലേക്ക് കൊണ്ടെത്തിച്ചത് ഈ ജാസി തന്നെയാണ്. ജാസി ഇതുപോലൊരു വിവാദം കുത്തിപ്പൊക്കി എടുത്തോണ്ട് വന്നിട്ട് ഒരു പെൺകുട്ടിയെ തുണിപൊക്കി കാണിക്കുകയും ചെയ്തു. ആ തുണിപൊക്കി കാണിച്ചതിനുള്ള എക്സ്പ്ലനേഷൻ എന്തുവാണെന്നുള്ളത് എന്റെ ബെഡ് റെസ്റ്റ് എല്ലാം വന്ന് കഴിഞ്ഞതിന് ശേഷം ഞാൻ വന്ന് പറയാന്ന് പറഞ്ഞു. എന്നാൽ ഈ ബെഡ് റെസ്റ്റിന് മുമ്പ് വീട്ടിലിരുന്നുകൊണ്ട് ഈ തുണിപൊക്കിയായിട്ട് ബന്ധപ്പെട്ട ആദ്യമായിട്ടൊരു വീഡിയോ അപ്ലോഡ് ചെയ്തതും ഇതേ ജാസി തന്നെയാണ്. ആ വീഡിയോയ്ക്ക് ഒരു റിപ്ലൈ എന്ന രീതിയിലാണ് ഹെൽനോസ് പാർത്ത വന്നിട്ട് ഉണ്ടായ സംഭവം എന്താണെന്ന് വ്യക്തമായിട്ട് പറയുകയും പിന്നെ ആ കൊച്ചിക്ക് പറയാനുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്, കുറച്ച് പൊടിക്കൈകളോടെ ചേർത്ത് നല്ല രീതിയിൽ അങ്ങ് അവതരിപ്പിച്ച് വിട്ടു. അതെന്തായാലും ജനങ്ങൾക്ക് വ്യക്തമായിട്ട് മനസ്സിലാവുകയും ചെയ്തു. എന്നിരുന്ന ആ വീഡിയോ ജാസി അങ്ങ് മുക്കുകയും ചെയ്തു. അത് എന്തിനാ മുക്കിയത് എനിക്ക് ഇപ്പോഴും മനസ്സിലായില്ല. കാണിച്ചു കൂട്ടിയത് പറഞ്ഞു കൂട്ടിയതെല്ലാം തെറ്റാണെന്നുള്ളതുകൊണ്ടായിരിക്കും മുക്കിയത്. എന്നാൽ ഇത്തരത്തിലൊരു സർജറി വിവാദമായിട്ട് കൊണ്ടുവന്നിരിക്കെ ജാസിയുമായിട്ട് ബന്ധപ്പെട്ട് ജാസിയുടെ ആദ്യത്തെ വിവാഹം, അതായത് വിവാഹം കഴിക്കാൻ ഇടയുണ്ടായ സാഹചര്യം എന്താണെന്നും അതിനകത്ത് ജാസി കാണിച്ചിട്ടുള്ള കള്ളത്തരങ്ങൾ എന്തൊക്കെയാണെന്നുള്ളതും ഒരു ഹോട്ടലിൽ റൂം എടുക്കാൻ ചെന്നതിന് ശേഷം അവിടുത്തെ നെയ്ബേഴ്സുമായിട്ട് ഉണ്ടാക്കിയിട്ടുള്ള വെറും അലങ്കോലം അല്ലെങ്കിൽ വൃത്തികെട്ട പരിപാടികൾ, ഒരു കുഞ്ഞിന്റെ അടുത്ത് ഒരു അക്രമം കാണിക്കുന്ന പരിപാടി, അതെന്തൊക്കെയാന്നുള്ള രീതികൾ വരെ ഇപ്പം ഈ വരുന്ന കാലയളവിൽ തന്നെ പുറത്തോട്ട് പൊങ്ങി വരുന്ന പല കാര്യങ്ങളും. അതാ പറയുന്നത്, നമ്മൾ നേരത്തെ ചെയ്തു വെച്ച കാര്യങ്ങൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ആരും ചിലപ്പോൾ മിണ്ടത്തില്ലായിരിക്കും. പക്ഷെ നിങ്ങൾക്കെതിരെ ഒരു നെഗറ്റീവോ കാര്യങ്ങളോ ഒക്കെ വലിയ രീതിയിൽ ജനങ്ങളുടെ ഇടയിലേക്ക് അങ്ങ് കയറി വരുമ്പോഴത്തേക്കിനെ പലർക്കും ചിലപ്പോൾ പല കാര്യങ്ങൾ പറയാനും ചെയ്യാനൊക്കെ ഉണ്ടായിരിക്കും. അങ്ങനെ പറഞ്ഞു വന്നിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് ഈ വീഡിയോയ്ക്കകത്ത് ഞാൻ വ്യക്തമായിട്ട് ഉൾപ്പെടുത്തുന്നത്. ആദ്യമേ നമുക്ക് ഈ ജാസി പുറത്ത് വന്നതിന് ശേഷം, അതായത് സർജറിക്ക് ശേഷം വന്നിട്ട് ഇതിനൊരു എക്സ്പ്ലനേഷൻ കൊടുക്കുമല്ലോ, ആ എക്സ്പ്ലനേഷന്റെ 3-4 ബൈറ്റ് ഉണ്ട്, അത് ഞാനൊന്ന് കാണിക്കാം. അതിന് നമുക്ക് റിപ്ലൈ പറഞ്ഞിട്ട് നമുക്ക് ഈ വോയിസ് ക്ലിപ്പിലേക്ക് കിടക്കാം. ഓക്കെ. രഞ്ജുവിന് ഞാൻ കുറേ കമന്റ് ബോക്സിൽ കണ്ടു. കാരണം എന്നോട് വളരെ നല്ല രീതിയിൽ ഞാൻ ഇനി ഫുൾ സപ്പോർട്ട് ഉണ്ടാവും, നീ സർജറി കഴിഞ്ഞു, ഇനി നിനക്ക് വേണ്ടി ഞാൻ സംസാരിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പുറത്ത് പോയിട്ട് വളരെ മോശമായിട്ട്, അല്ലെങ്കിൽ അവരെ അക്കൗണ്ടിൽ എന്നെ കുറിച്ച് വളരെ മോശമായ രീതിയിലൊക്കെ ഇങ്ങനെ എഴുതുന്നതും അത് എന്നെ ആൾക്കാർ ടാഗ് ചെയ്യുന്നതൊക്കെ ഞാൻ കാണാറുണ്ട്. ഞാൻ രഞ്ജുവിനെ ഓൾറെഡി എന്റെ കോൺടാക്ട് ഉള്ള ആളാണല്ലോ, നമുക്ക് വേറെ എവിടെയും പറയേണ്ട ആവശ്യമില്ലല്ലോ. ഡയറക്റ്റ് കോൺടാക്ട് ഉള്ള ആളായതുകൊണ്ട് ഞാൻ ഡയറക്റ്റ് വിളിച്ചിട്ടുണ്ടായിരുന്നു, അത് സംസാരിച്ചു. അപ്പൊ എന്നോട് പറഞ്ഞു എന്താണ് ജാസി ഏത് സർജറിയാണ് ചെയ്തതെന്ന് പറഞ്ഞാൽ തീരുന്ന പ്രശ്നമില്ലെന്ന്. ഞാൻ എന്തിനു പറയണം? ഇവിടെ കുറെ ട്രാൻസ് പേഴ്സൺ സർജറി ചെയ്തിട്ടുണ്ട്. ജാസി സർജറി ചെയ്യുമ്പോൾ മാത്രം അത് എന്ത് സർജറി ആണെന്ന് വ്യക്തമാക്കേണ്ട ആവശ്യം എന്താണുള്ളത്? വ്യക്തമാക്കേണ്ട ആവശ്യമില്ല. ഇവിടെ ഒരുപാട് ട്രാൻസ്ജെൻഡേഴ്സ് ആൾക്കാരുണ്ട്, അവർ സർജറി ചെയ്യുന്നുണ്ട്. അവർ സർജറി ചെയ്യുന്നുണ്ടെങ്കിൽ അവരുടെ പേഴ്സണൽ കാര്യമോ അവർക്ക് വേണ്ടിയിട്ട് മാത്രം ചെയ്യുന്നത്. അവരൊരിക്കലും സർജറിക്ക് തൊട്ടു മുമ്പ് വന്നിട്ട് ഞാൻ പ്രഗ്നന്റ് ആയി, ഞാൻ 5 മാസമായി, ഞാൻ 10-ാം മാസത്തിൽ പ്രസവിക്കും, ആൾക്കാരുടെ മുന്നിൽ പോയിട്ട് ഛർദ്ദിച്ച് കാണിക്കുന്നു. അങ്ങനെ കാണിച്ചു കൂട്ടാൻ പറ്റുന്ന പല തെമ്മാടിത്തരങ്ങളും കാണിച്ചു കൂട്ടിയിട്ടല്ല മറ്റ് ട്രാൻസ്ജെൻഡേഴ്സ് അവരെ സർജറിക്ക് വേണ്ടി പോകുന്നത്. അത് അവരുടെ പേഴ്സണൽ കാര്യമായിട്ട് അവർ പേഴ്സണലായിട്ട് പോയി അത് ചെയ്തിട്ട് അവർ തിരിച്ചു വരും. അതുകൊണ്ട് ആർക്കും ചോദ്യം ചെയ്യേണ്ട ആവശ്യമില്ല, ആർക്കും അതിനെപ്പറ്റി സംസാരിക്കേണ്ട ആവശ്യമില്ല. പിന്നെ നിങ്ങളുടെ കൂടെ അന്നേരം സപ്പോർട്ട് ചെയ്ത രഞ്ജു ഇപ്പൊ നിനക്കെതിരെ സംസാരിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ നീ കാണിച്ചു കൂട്ടിയ അലങ്കോലങ്ങളെല്ലാം ട്രാൻസ്ജെൻഡർ എന്ന് പറയുന്ന ഒരു കമ്മ്യൂണിറ്റിക്ക് വലിയ ഒരു നഷ്ടവും മാനക്കേടും ഉണ്ടാക്കുന്ന സിറ്റുവേഷനിലേക്ക് എത്തിയപ്പോഴായിരിക്കും അതിനകത്ത് നിൽക്കുന്ന പലരും നിന്നെ സപ്പോർട്ട് ചെയ്തിരുന്നവർ വരെ ചിലപ്പോൾ നിനക്കെതിരെ ഇപ്പൊ സംസാരിക്കാനായിട്ട് തുടങ്ങിയത്. ഞാൻ എന്റെ ഇഷ്ടത്തിന് എന്റെ സർജറികൾ ചെയ്യുന്നു, ഞാൻ എന്റെ ഇഷ്ടത്തിന് ജീവിക്കുന്നു. അത് മറ്റുള്ള ആൾക്കാരോട് പറയേണ്ട ആവശ്യമില്ല. പിന്നെ ചില ആൾക്കാർ പറഞ്ഞത് ജാസി പൂർണ്ണതയുള്ള പെണ്ണായി എന്ന് പറഞ്ഞു. ഞാൻ എവിടെയും പറഞ്ഞിട്ടില്ല ഞാൻ പൂർണ്ണതയുള്ള പെണ്ണായി എന്നുള്ളത്. ഞാൻ ചെയ്ത വീഡിയോസ് ഒക്കെ എന്റെ അക്കൗണ്ടിൽ കിടക്കുന്നുണ്ട്. ഞാൻ റിനേ മെഡിസിറ്റിയിൽ കിടക്കുമ്പോഴും ഞാൻ പറഞ്ഞത് ഞാൻ സർജറി കഴിഞ്ഞു, ഞാൻ ഒരുപാട് സന്തോഷമുണ്ട് എന്റെ സർജറി കഴിഞ്ഞതിൽ. ഞാൻ അതിൽ എഴുതിയ ക്യാപ്ഷൻ കൂടി അങ്ങനെയായിരുന്നു, ഒരു ആണിൽ നിന്ന് പെണ്ണിലേക്ക് ഒരു ദൂരം എന്ന അങ്ങനെ ഒരു ക്യാപ്ഷൻ ഞാൻ എഴുതിയിട്ടുണ്ടായിരുന്നു, അവളിൽ നിന്ന് അവനിലേക്കുന്ന ദൂരം. എന്നാൽ സർജറിക്ക് ശേഷം ഈ പറഞ്ഞ ജാസി ഇതിനെപ്പറ്റി ഒരു അക്ഷരം മിണ്ടിയിട്ടില്ല. കാരണം വന്നിട്ടുള്ള നെഗറ്റിവിറ്റികളൊന്നും പിന്നെ അതിനെപ്പറ്റി സംസാരിക്കാൻ പറ്റിയ ഒരു പാകത്തിലുള്ളതായിരുന്നില്ല. പക്ഷെ സർജറിക്ക് മുമ്പ് ഞാൻ പ്രസവിക്കാൻ പോകുന്നു, ഞാനിപ്പോ 5 മാസമായി എന്ന് പറഞ്ഞുകൊണ്ട് കാണിക്കുന്നത് ഒരു പൂർണ്ണ രൂപത്തിലുള്ള ഒരു പെണ്ണിന് പറ്റിയൊരു കാര്യം അല്ലെങ്കിൽ ഒരു പറ്റുന്ന കാര്യം. ആ ഒരു കാര്യത്തെയാണ് നീ ജനങ്ങൾക്ക് മുന്നിലേക്ക് വലിച്ചിട്ട് സംസാരിച്ചത്. അത് നീ മറക്കരുത്. അതിനുശേഷം വേണം ഇതുപോലുള്ള ഇന്റർവ്യൂ കൊടുക്കാൻ. അടുത്തത്
ആഷിക്ക് ഇപ്പൊ എന്റെ ശരീരഭാഗത്ത് മുറിവുകളും സ്റ്റിച്ചുകളൊക്കെ ഉണ്ടാവുമല്ലോ, അത്യാവശ്യം കാണുമ്പോൾ തന്നെ പേടിയിൽ തോന്നുന്ന രീതിയിലേക്കായിരിക്കും സ്റ്റിച്ചും കാര്യങ്ങളൊക്കെ ഇട്ടുണ്ടാവുക. അപ്പൊ ആഷിക്ക് ഭയങ്കര പേടിയാണ് അതിന്മേൽ തൊടാനും അത് ക്ലീൻ ചെയ്യാനൊക്കെ. അവനക്ക് ഭയങ്കര പേഴ്സണലി ഭയങ്കര പേടിയുള്ള ആളാണ്. അപ്പൊ അവൻ ചെയ്ത് കഴിഞ്ഞാൽ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടാവോ, ഇൻഫെക്ഷൻ ആവോ, അങ്ങനെയൊക്കെ ഒരു പേടി അവനക്ക് ഉണ്ട്. അപ്പൊ അതുകൊണ്ട് അവൻ പൊതുവെ അങ്ങനെ വരാറില്ല. അധികം ഇവളാണ് എനിക്ക് അവിടെയൊക്കെ മുറിവ് തുടച്ചു തരാറും ഓയിൽമെന്റും അതേപോലെ മെഡിസിൻ ഒക്കെ എടുത്തു തരാറ് അധികം എനിക്ക് ഇവളായിരുന്നു. അപ്പൊ അതുകൊണ്ടാണ് ഇവളെ അങ്ങനെ പറഞ്ഞത്. അത് നല്ല കാര്യം, കൂടെ നിൽക്കാൻ നല്ല ആളുണ്ടല്ലോ. എന്തായാലും ബ്രസ്റ്റ് സർജറി അല്ലേ കഴിഞ്ഞത്, അതുകൊണ്ട് പിന്നെ വലിയ കുഴപ്പമൊന്നും ഉണ്ടാവത്തില്ല. പിന്നെ ബാക്കി കണ്ടറിയാം. എന്റെ കാര്യം പറയാണ്, ഇതിപ്പോ ജാസി എന്ത് സർജറിയാണ് ചെയ്തത്, എന്ത് സർജറി ചെയ്തത് ഇങ്ങനെ കുത്തിയിട്ടാണ് എനിക്ക് കാണിച്ചു കൊടുക്കേണ്ട ഒരു സിറ്റുവേഷൻ വന്നതല്ലേ. എന്റെ ഫ്രണ്ട് ആണെങ്കിൽ പോലും എനിക്ക് കാണിച്ചു കൊടുക്കേണ്ട സിറ്റുവേഷൻ വന്നത്. ഇപ്പൊ ഈവൻ ഞാൻ സർജറി ചെയ്ത് മുതലേ എന്റെ കൂടെ ഉണ്ടായിരുന്ന വ്യക്തിയാണ് ശ്രീലക്ഷ്മി. അതുപോലെ എന്റെ ഒരുപാട് സുഹൃത്തുക്കൾ വരാറുണ്ട് എന്റെ വീട്ടിലേക്ക്. എന്നെ സർജറിക്ക് ആഫ്റ്റർ സർജറി എന്നെ കാണാൻ ഒരുപാട് പേര് വന്നിട്ടുണ്ടായിരുന്നു. ഇവരൊക്കെ എന്റെ ശരീരഭാഗങ്ങൾ കണ്ടിട്ടുണ്ട്. വരുന്നവരെല്ലാം കാണിച്ചു കൊടുക്കുന്നുണ്ട്. ഇതുപോലെ സംശയമുള്ളവരെ പോയി തുറന്നും കാണിച്ചു കൊടുക്കുന്നുണ്ട്. എന്തൊക്കെ അബദ്ധങ്ങളും മണ്ടത്തരങ്ങളും ഈ കാണിച്ചു കൂട്ടും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നമ്മൾ സ്വന്തമായിട്ട് ഒരു സർജറി ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ സംശയമുള്ളവർക്കെല്ലാം പോയി തുറന്ന് കാണിച്ചു കൊടുക്കാൻ പറ്റുമോ? അങ്ങനെ കാണിച്ചു കൊടുക്കാനാണെങ്കിൽ എനിക്ക് തോന്നുന്നു കേരളത്തിൽ 80% ജനങ്ങൾക്കും ജാസിയുടെ കാര്യത്തിൽ പല ഡൗട്ടുകളും പല സംശയങ്ങളും കാണും. അവർക്ക് എല്ലാവർക്കും പോയി കാണിച്ചു കൊടുക്കാനായിട്ട് പറ്റുമോ? അല്ലെ സ്വന്തമായിട്ട് ഇൻസ്റ്റാഗ്രാമിൽ ഒരു ഫോട്ടോ അപ്ലോഡ് ചെയ്യും, എന്നിട്ട് അത് പിൻ ചെയ്തോണ്ട് വെക്ക്. അത് വേറെ വലിയ കുഴപ്പമൊന്നും വരത്തില്ല. എന്തായാലും അങ്ങനെ വല്ലതും ചെയ്യും. അല്ലാതെ തുറന്ന് കാണിച്ചു കൊടുത്തു എന്ന് പറയുമ്പോഴത്തേക്കിന് ഈ ട്രാൻസ്ജെൻഡർ കമ്മ്യൂണിറ്റിയായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരു വലിയൊരു പേരുദോഷം ഈ ഒരു സാധനം. അതായത് കേരളത്തിൽ മാത്രമല്ല, കേരളത്തിന് പുറത്തുള്ള പല ട്രാൻസ്ജെൻഡേഴ്സും പല രീതിയിൽ ഈ തുണി പൊക്കി കാണിക്കുക എന്നൊരു സംഭവം ഒരു സമ്പ്രദായമായിട്ട് കൊണ്ടുവന്നിരിക്കുന്ന സമയം. അതിന്റെ കൂടെ ജാസി ഇത് മുന്നിലേക്ക് നിന്ന് കാണിക്കുമ്പോഴത്തേക്ക് ജാസിയെ സംബന്ധിച്ച് ഒരു ഇൻഫ്ലുവൻസർ ആണ്, 4 പേര് അറിയുന്ന ഒരു വ്യക്തിയാണ്. അങ്ങനെയൊക്കെ നിൽക്കുമ്പോഴത്തേക്ക് നിങ്ങൾ അത് പൊക്കി കാണിക്കുമ്പോഴത്തേക്കിനാ ഇവള് വരെ ഇത് കാണിക്കുക, എന്നാ പിന്നെ മറ്റൊരു കാണിക്കുന്നതിൽ എന്താ അത്ഭുതം എന്ന് ചോദിക്കാം, എന്ന് ചിന്തിക്കാം. അതിന് നീ വലിയൊരു ആഘാതം കൂട്ടിക്കൊണ്ടിരിക്കുക ഈ കാണിക്കുന്ന പരിപാടിയിലൂടെ. ഒരു തുണി ഊരി കാണിച്ചു കൊടുക്കുക എന്ന് പറയാൻ അതൊരിക്കലും പോസിബിൾ അല്ല. രണ്ടാമത് ഞാൻ ഓൾറെഡി ആ സമയങ്ങളിൽ ഞാൻ വേറെ ഇരുന്നത് ബട്ടൺസ് ടൈപ്പ് ഉള്ള മാക്സി ആയിരുന്നു. അത് ഓപ്പൺ ടൈപ്പ് മാക്സികളാണ്. കാരണം അതാണ് എനിക്ക് ഇടാനും സുഖം, ഊരാനും സുഖം. അപ്പൊ അതുകൊണ്ട് ഞാൻ ആ കുട്ടിയെ കാണിച്ചു കൊടുത്തുള്ളത് ഞാൻ എൻ്റെ യൂട്യൂബ് ചാനലിലൂടെ തന്നെ ഞാൻ പറഞ്ഞ കാര്യമാണ്. അത് സത്യം തന്നെയാണ്. ഞാൻ കാണിച്ചു കൊടുത്തു. കാരണം എന്നോട് പറഞ്ഞു ജാസി സർജറി ചെയ്തിട്ടില്ല എന്നാണ് റെനയിൽ വിളിച്ചപ്പോൾ പറഞ്ഞത്. അപ്പോൾ ജാസി എന്ത് സർജറിയാണ് ചെയ്തതെന്നൊക്കെ ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു നിനക്ക് വിശ്വാസം ഇല്ലെങ്കിൽ ഞാൻ കാണിച്ചു തരാമെന്ന് പറഞ്ഞു. അപ്പോൾ ആ കുട്ടി പറഞ്ഞു ഞാൻ പുറത്താണ് നിൽക്കുന്നത്. ഞാൻ പറഞ്ഞു കുഴപ്പമില്ല, ഞങ്ങൾ വാട്സപ്പിലാണ് സംസാരിച്ചത്, വാട്സപ്പ് കോളാണ് സംസാരിച്ചത്. അപ്പോൾ ഞാൻ പറഞ്ഞു ഓക്കെ, ഇന്ന് നീ വീഡിയോ ഓൺ ആക്കണ്ട, ഇന്ന് കാണാമല്ലോ, ഞാൻ ജസ്റ്റ് വീഡിയോ ഓൺ ആക്കാമെന്ന് പറഞ്ഞു. ഞാൻ വീഡിയോ ഓൺ ആക്കിയിട്ട് എൻ്റെ 2 ബട്ടൺസ് തുറന്നിട്ടാണ് ഞങ്ങൾ പൊന്തിയിട്ട് കാണിച്ചു കൊടുക്കാൻ. പിന്നെ കുറെ ആൾക്കാർ പറയുന്നത് ജാസി മറ്റ് പുറത്തൊക്കെ പോയ ട്രെയിനിലെ ആൾക്കാർ ഇങ്ങനെ പൊന്തിച്ച് കാണിച്ചു കൊടുക്കുന്ന പോലെ ജാസി പൊന്തിച്ച് കാണിച്ചു കൊടുത്തു, ജാസി താഴോട്ട് കാണിച്ചു കൊടുത്തു എന്നൊക്കെയാണ് കുറെ ആൾക്കാർ പറഞ്ഞു പരത്തിയത്. അപ്പൊ അത് തെറ്റിദ്ധാരണയാണ്. ഞാൻ കാണിച്ചു കൊടുത്തത് തന്നെ സർജറി ചെയ്ത ഭാഗത്ത് വിത്ത് സ്റ്റിച്ച് അടക്കമാണ് ഞാൻ കാണിച്ചു കൊടുത്തത്. അപ്പൊ എന്നോട് ആ കുട്ടി പറയുകയും ചെയ്തു, ഓക്കെ എന്തായാലും നിങ്ങൾ സുഖം പ്രാപിക്കട്ടെ, നന്നായിട്ട് ഹെൽത്ത് ഒക്കെ ഓക്കെ ആയിട്ട് വരട്ടെ എന്ന് പറഞ്ഞു. എന്ത് ലഘുവായിട്ടാ ഇപ്പൊ ജാസി സംസാരിക്കുന്നതെന്ന് ആലോചിച്ച് നോക്കെ. എന്നാ ആ റിമൂവ് ചെയ്ത വീഡിയോക്കകത്ത് എന്ത് ആവേശത്തോടു കൂടിയാണ് സംസാരിക്കുന്നത്. ഞാൻ ഇതൊക്കെ കാണിച്ചു കൊടുത്തേ, അങ്ങനെയാ ഇങ്ങനെയാ എന്തൊക്കെ ആവേശം കാണിച്ചു കൊടുത്ത്. തൊട്ടപ്പുറത്ത് കൂടിരുന്ന് മറ്റേ കടുകിട്ട് പൊട്ടിക്കാനായിട്ട് ആശയും കൂടെ ഉണ്ടായിരുന്നു. അന്ന് കണ്ട വീഡിയോയും അന്ന് സംസാരിച്ച കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് കണ്ടിട്ടുണ്ട് ജനങ്ങൾ. അവർക്ക് വ്യക്തമായിട്ട് അറിയാം. പിന്നെ ഇപ്പൊ വന്ന് കിടന്ന് ഈ രീതിയിൽ ഈ ഉണ്ടായ ഒരു വലിയ പ്രശ്നത്തെ ലഘൂകരിച്ച് അതിനെ ചെറുതാക്കി അത് ഏറ്റവും വെറും ലളിതമായിട്ട് ഞാൻ ജസ്റ്റ് ഇങ്ങനെ 2 ബട്ടൺസ് മാത്രം എടുത്ത് കാണിച്ചു കൊടുത്തൊരു പരിപാടിയാണെന്നൊക്കെ പറഞ്ഞ് കാണിക്കുന്നതിനകത്ത് എന്താർത്ഥം ഉള്ളത്? കാണിച്ച മൊത്തം മണ്ടത്തരമാണെന്നും കാണിച്ചത് മൊത്തം ജനങ്ങൾക്ക് അംഗീകരിക്കാൻ പറ്റാത്ത കാര്യങ്ങളാണെന്നും മനസ്സിലായി. പിന്നെ അത് ഏതെങ്കിലുമൊക്കെ രീതിയിൽ വന്ന് കിടന്ന് മെഴുകണം. ഈ കുറച്ച് ദിവസം ബാക്ക് അടിച്ചത് ഇതിന് വ്യക്തമായ ഒരു പ്ലാനിങ് ഉണ്ടാക്കാനും ഇതിന് വ്യക്തമായ ഒരു ആൻസർ പല കാര്യങ്ങൾക്ക് സൃഷ്ടിക്കാൻ വേണ്ടിയിട്ടാണ്. അതെല്ലാം സൃഷ്ടിച്ചതിന് ശേഷമാണ് ഇപ്പൊ പുറത്തോട്ട് വന്ന് ഈ രീതിയിൽ കിടന്ന് പറയുന്നത്. അല്ലാതെ വലിയ നന്മയും കാര്യങ്ങളൊന്നും കാണിക്കാനും വേണ്ടിയിട്ടല്ല. പിന്നെ സർജറി കഴിഞ്ഞു എന്ന് പറഞ്ഞ് കാണിച്ചു കൊടുക്കും. വലിയ ആൾക്കൂട്ടത്തിനിടെ അത്ര മാന്യത ഉള്ള ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ ആൾക്കൂട്ടത്തിനിടെ നിൽക്കുമ്പോൾ എന്തോ പറയും, മാന്യമായിട്ട് വിളിക്കുന്നവരാണെങ്കിൽ അയ്യോ സ്വന്തം മാറുടെ മറ്റൊരാളെ കാണിക്കാൻ ആഗ്രഹമില്ലാത്ത, അല്ലെങ്കിൽ അത് അത്ര പേഴ്സണൽ ആയിട്ട് ഒരു വ്യക്തിയെ കാണിക്കണമെന്ന് ആഗ്രഹമുള്ള വ്യക്തിയാണെങ്കിൽ എന്തോ ചെയ്യും, പബ്ലിക്കിലാണെന്നുണ്ടെങ്കിൽ ഓക്കെ നീ വീട്ടിൽ വരുമ്പോൾ എന്നെ ഒന്ന് വിളിക്കുക, അല്ലെങ്കിൽ നീ ഒരു മെസ്സേജ് ഇടും, ഞാൻ വീട്ടിൽ വരുമ്പോഴത്തേന് കാണിക്കാം. അങ്ങനെ പറഞ്ഞാൽ അങ്ങനെ കാണിച്ചാൽ ഇത് അതുപോലെ വല്ല പബ്ലിക്ക് നിൽക്കുമല്ല. നീ നിന്റെ ക്യാമറ വേണാക്കണ്ട, ഞാൻ എന്റെ ക്യാമറ വേണായിക്കോളാം, നീ കാണില്ലേ. അപ്പൊ പബ്ലിക്ക് നിൽക്കുമ്പോഴത്തേന് എന്തായാലും ആൾക്കാർ കാണുമല്ലോ. ആ പെങ്കൊച്ച് ഓപ്പോസിറ്റ് ഇരിക്കുന്ന ആർക്കെങ്കിലും എടുത്ത് കാണിച്ചു കൊടുത്തായിരുന്നു നിനക്ക് വലിയ കുഴപ്പമൊന്നും ഇല്ലായിരുന്നല്ലോ. അപ്പൊ കാണിക്കുന്നതും പറയുന്നതൊന്നും ജനങ്ങൾക്ക് വലിയ രീതിയിൽ അംഗീകരിക്കാൻ പറ്റുന്ന കാര്യങ്ങളൊന്നും അല്ല. അത് മനസ്സിലാക്കുക. ഇനി ഇതുമായിട്ട് ബന്ധപ്പെട്ട് ജാസിയുടെ കല്യാണം നടന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ജാസിയുടെ കല്യാണം നടന്ന സമയത്ത്
സമയത്ത് ഈ ഒരു കല്യാണത്തെ എന്റെ വീട്ടുകാരെ പ്രഷർ കൊണ്ട് നടന്നതാണ്. എനിക്ക് അന്ന് എനിക്ക് ട്രാൻസ്ജെൻഡർ അല്ലെങ്കിൽ ഈ ഒരു രീതിയെ കുറിച്ച് എനിക്ക് അറിയത്തില്ല, കല്യാണത്തിന് ശേഷമാണ് ഞാൻ ഇങ്ങനെ ആയതെന്നൊക്കെ പറഞ്ഞൊരു കാര്യങ്ങൾ പറഞ്ഞായിരുന്നു. എന്നാ ഈ ജാസി തന്നെ ഇതിനു മുമ്പ് ഇതിനെ കുറിച്ച് വ്യക്തമായ ഒരാളോട് സംസാരിച്ചിട്ടുണ്ട്. ആ ആളുടെ വോയിസ് ക്ലിപ്പ് ഞാനകത്ത് വെക്കാം. ഒറ്റ മിനിറ്റ് ഞാൻ സംസാരിക്കട്ടെ. ഇതിന് മുൻപും ട്രാൻസ്ജെൻഡർ ആണ് ജാസി എന്ന് എനിക്ക് അറിയാമായിരുന്നു. ജാസിക്ക് അറിയാമായിരുന്നോ ജാസി ഇതിന് മുൻപും ട്രാൻസ്ജെൻഡർ ആയിരുന്നു എന്ന്? അറിയാമായിരുന്നു. അങ്ങനെ ജാസിക്ക് ട്രാൻസ്ജെൻഡർ ആണെന്ന് അറിയാമായിരുന്നിരിക്കെ പിന്നെ എന്തിനാ ജാസി കല്യാണം കഴിച്ചത്? എന്ത് സിറ്റുവേഷൻ? നമ്മുടെ ജീവിതത്തിലേക്ക് വേറൊരാളെ കൂടെ തള്ളിവിടുന്നതോ? ശരി ശരി, ഞാൻ അനന ചേച്ചിയുടെ ശരി ശരി ഓക്കെ ശരി ശരി, ജാസിന ഫോഴ്സ്ഫുള്ളി കല്യാണം കഴിച്ചതെന്ന് ജാസി പറഞ്ഞു, ഞാൻ അംഗീകരിക്കുന്നു. ശരി, അനന ചേച്ചി കൃത്യമായിട്ട് കേട്ടാണല്ലോ. അതായത് ഫോഴ്സ്ഫുള്ളി ആണ് ഈ ജാസി കല്യാണം കഴിച്ചത്. അതായത് ഒരു ആണായി ജീവിച്ച ജാസി ഒരു ആണിനെ അവരുടെ കുടുംബക്കാര് ഫോഴ്സ്ഫുള്ളി ആണ് ഒരു കല്യാണത്തിന് നിർബന്ധിച്ചുള്ള കാര്യം. സാധാരണ കേരളത്തിൽ അത് പെണ്ണുങ്ങൾക്കാണ് സ്വാഭാവികമായിട്ട് ആ കാര്യങ്ങൾ സംഭവിക്കുന്നത്, ഫോഴ്സ്ഫുള്ളി കല്യാണം കഴിക്കുന്ന ഒരു പരിപാടി. ഇത് അങ്ങ് അവിടെ മലബാർ ജീവിക്കുന്ന യവനെ ഫോഴ്സ്ഫുള്ളി പിടിച്ചു വെച്ച് കല്യാണം കഴിപ്പിച്ചു. എന്തായാലും കേൾക്കുന്നവരെല്ലാം അത് വിശ്വസിച്ചോണം. അനന ചേച്ചിയുടെ ഫ്ലാറ്റിൽ വെച്ചിട്ട് ജാസിയോട് ഞാൻ പറഞ്ഞപ്പോ ജാസി എന്താ എന്നോട് തിരിച്ചു പറഞ്ഞു? ജാസി കല്യാണം കഴിക്കരുത് വേണ്ടാട്ടോ എന്ന് പറഞ്ഞപ്പോ ജാസി എന്നോട് എന്താ പറഞ്ഞേ? എന്നെ കൊണ്ട് കല്യാണം കഴിയാൻ എനിക്ക് പറ്റും, എനിക്ക് അങ്ങനെ ജീവിക്കാൻ പറ്റും മോളെ എന്ന് പറഞ്ഞു. അപ്പൊ ജാസി ഇത് ഫോഴ്സ് മാരേജ് ആയിരുന്നു ജാസി? അത് പക്ഷെ ഞാൻ കണ്ടത് എനിക്ക് എന്റെ വീട്ടുകാരിൽ പറയാൻ ഭയങ്കര പേടിയായിരുന്നു. കാരണം എന്റെ വീട് എന്ന് പറഞ്ഞാൽ ഭയങ്കര ഓർത്തഡോക്സ് ആയിട്ടുള്ള മുസ്ലിം. മൂത്താപ്പയാണെങ്കിൽ എനിക്ക് എന്റെ ഉപ്പാനെക്കാട്ടും പേടി എന്റെ ഉപ്പാന്റെ ജ്യേഷ്ഠനായിരുന്നു. അപ്പൊ ഓർത്തഡോക്സ് ആയിട്ടുള്ള ഒരു ഫാമിലി ആയതുകൊണ്ട് മറ്റൊരു പെൺകുട്ടിയുടെ ജീവിതം തകർത്തിട്ട് വീണ്ടും ഒരു പെൺവേഷം കെട്ടി പോവാന്നാണ് വിചാരിച്ചത്. അങ്ങനെ പെൺവേഷം കെട്ടി ജനങ്ങൾക്ക് മുന്നിലേക്ക് ഇറങ്ങുമ്പോഴത്തേന് ആദ്യം കല്യാണം കഴിച്ച പെൺകുട്ടിയുടെ അവസ്ഥ എന്തുമായിരിക്കും? ഈവൻ ചിലപ്പോൾ അതിനകത്തൊരു കുഞ്ഞുണ്ടായിരുന്നെങ്കിൽ ആ ഉണ്ടായ കുഞ്ഞിന്റെ അവസ്ഥ എന്തുമായിരിക്കും അതിനുശേഷം? ഒന്ന് ആലോചിച്ച് നോക്കാൻ. എന്താ ആ കല്യാണം കഴിച്ചെന്ന് ആ പെണ്ണിന്റെ വീട്ടുകാരുടെ അവസ്ഥ എന്തുമായിരിക്കും പുറത്തോട്ട് ഇറങ്ങുമ്പോഴത്തേക്കിന്? ഇപ്പൊ പലരും രക്ഷപ്പെട്ടു, നീ അവന്റെ നിന്ന് രക്ഷപ്പെട്ടു എന്ന് പറയുന്നെങ്കിലും ആ ഒരു ടൈം പീരീഡ് ഉണ്ടല്ലോ, ഈ ടൈം പീരീഡ് അവരെ സംബന്ധിച്ച് വലിയ ബുദ്ധിമുട്ടായിരിക്കുമല്ലോ ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പൊ അറിഞ്ഞു വെച്ചുകൊണ്ട് എന്നെ കൊണ്ട് ഒരു ഭർത്താവായിട്ട് ജീവിക്കാൻ കഴിയുമെന്ന രീതിയിൽ പോയി കല്യാണം കഴിച്ചൊരു വ്യക്തിയാണ് ജാസി. പിന്നെ ഇപ്പൊ ഈ ഡ്രസ്സ് ഇട്ട് നടക്കുമ്പോഴും ഈ പരിപാടികൾ കാണിക്കുന്നതിനകത്തും എന്ത് അർത്ഥവും എന്ത് വാലിഡിറ്റി ആണുള്ളതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. എന്നെ പോലെ ചിലപ്പോൾ ഒരുപാട് ട്രാൻസ്ജെൻഡേഴ്സിനും ഇത് വ്യക്തമാവാത്തൊരു കാര്യമായിരിക്കും. അല്ല മോളെ, ഇതിപ്പോ എന്നോട് പറയുന്നത് ഓക്കെ, നീ ഇങ്ങനെ നിന്ന് സംസാരിക്കുമ്പോഴാണ് നിന്റെ സംസാരത്തിലുള്ള വിരോധാഭാസം എല്ലാവരും പറയുന്നത്. നീ പറഞ്ഞു ഞാൻ ഇപ്പോഴാണ് ഉപ്പ മരിച്ചതിന് ശേഷമാണ് ഐഡന്റിറ്റി ഡിക്ലെയർ ചെയ്യുന്നത്. ശരി, ഞാൻ അംഗീകരിക്കുന്നു. അതിന് മുൻപ് ഞാൻ ട്രാൻസ്ജെൻഡർ ആയിരുന്നില്ലേന്ന് ദയക്ക് അറിയില്ലേ? എനിക്കറിയാമായിരുന്നു. എനിക്ക് ജാസി ട്രാൻസ്ജെൻഡർ ആയിരുന്നു അറിയാമായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ജാസി കല്യാണം കഴിക്കാൻ പോകുന്നു പറഞ്ഞപ്പോൾ ഞാൻ ജാസിയുടെ അടുത്ത് പറഞ്ഞത് അങ്ങനെ ചെയ്യരുത് മോളെ, എന്നെ കൊണ്ട് പറ്റില്ല. അപ്പൊ എന്റെ അടുത്ത് പറഞ്ഞത് എന്നെ കൊണ്ട് പറ്റും മോളെ, എനിക്ക് അങ്ങനെ ജീവിക്കാൻ പറ്റും, എനിക്കതാണ് ഇഷ്ടം എന്ന് എന്റെ അടുത്ത് സംസാരിച്ച ഒരാളാണ്. അതെനിക്കൊരു ഫോഴ്സ് മാരേജ്. അപ്പൊ അത് നീ ഒരിക്കലും അത് ഫോഴ്സ് മാരേജ് ആണെന്ന് പറയരുത്. ഫോഴ്സ് മാരേജ് എന്ന് പറയുന്നത് നിർബന്ധിച്ച് കല്യാണം കഴിച്ചേ പറ്റുള്ളൂ എന്ന് പറഞ്ഞാൽ വാശി പിടിച്ച് ചെയ്യണം. അല്ലെങ്കിൽ അവിടെ നിന്റെ ഉപ്പയോ മൂത്താപ്പയോ ഉമ്മയോ ആരും ഉണ്ടായിരുന്നില്ല. നിന്റെ ഫ്രണ്ട് സർക്കിളിലുള്ള ഞങ്ങൾ കുറച്ച് പേര് മാത്രമേ അണ്ണൻ ചേച്ചിയുടെ ഫ്ലാറ്റിൽ ഉണ്ടായിരുന്നുള്ളൂ. നിനക്ക് അപ്പൊ തുറന്ന് പറയാമായിരുന്നല്ലോ, എടി ഫോഴ്സ് ചെയ്യാടി വീട്ടിൽ നിന്ന് മാരേജ് ചെയ്യാൻ വേണ്ടിട്ട്, എനിക്ക് അറിയില്ല എന്താ ചെയ്യേണ്ടതെന്ന്. അങ്ങനെയല്ല ജാസി പക്ഷെ പറഞ്ഞത്. ഞങ്ങളോട് പറയാൻ പേടിയുണ്ടായിരുന്നോ? പേടിയുണ്ടായിരുന്നില്ല. പക്ഷെ എന്തെന്നാ പക്ഷെ അങ്ങനെ ഒന്നും പറഞ്ഞില്ല. വീടിനടുത്ത് കിടന്ന് ഉരുളുന്ന ഒരു ജാസിയാണ് ഈ വോയിസിനകത്ത് മനസ്സിലാകുന്നത്. വ്യക്തമായി ആദ്യം പോയി കല്യാണം കഴിച്ചിട്ട് അവിടെ നിന്ന് മാറിയത്. എന്തായാലും ഒരു ജീവിതം തകർത്ത് നശിപ്പിച്ചതിന് ശേഷമാണ് ഈ ഒരു പരിപാടിയിലേക്ക് വീണ്ടും ഇറങ്ങി തിരിച്ചിരിക്കുന്നത്. പിന്നെ ഈ മീഡിയയ്ക്ക് മുന്നിലും അല്ലെങ്കിൽ ഓരോ ഇന്റർവ്യൂലൊക്കെ വന്നിരുന്നിട്ട് പല കാര്യങ്ങളും ന്യായീകരിച്ച് കാണിച്ച് സംസാരിക്കുമ്പോണ്ടല്ലോ, അങ്ങോട്ട് ദഹിക്കുന്നില്ല അത് കാണുമ്പോഴത്തേക്കിന്. ഇനി ഇതുപോലെ തന്നെ ഈ ശ്രീലക്ഷ്മി, അതായത് ഈ മുട്ടയടിച്ചിട്ടുള്ള ശ്രീലക്ഷ്മിയും ഈ ജാസിയും ആശിയും പിന്നെ വേറെ ആരണ്ടൊക്കെ ആയിട്ട് പോയിട്ട് ഒരു ഹോട്ടലിൽ ഒരു റൂം എടുക്കാൻ അവിടുത്തെ പരിപാടികളൊക്കെ ആയിട്ട് അവിടെ ചെല്ലുന്നതിന് ശേഷം ഇവരുടെ കാറിനകത്ത് അവിടെയുള്ള പിള്ളേരെന്ന് പറയുന്നു, അവിടെ നെയ്ബേഴ്സ് ആയിട്ടുള്ള പിള്ളേരെന്ന് പറയപ്പെടുന്നു, കാറിനകത്തെങ്ങാണ്ട് പേരെഴുതിയതിനെ ചൊല്ലി സ്ക്രാച്ചോ കാര്യങ്ങളോ ആയി പേരെഴുതിയതിനെ ചൊല്ലി അവിടെ ആ ഹോട്ടലിൽ വലിയൊരു കോലാഹലം ഉണ്ടാക്കുകയും ആ പിള്ളേരെ പോയി, അതായത് ആ എഴുതിയെന്ന് പറയപ്പെടുന്നു എന്ന് പറയുന്ന ആ ഒരു പെങ്കൊച്ച അല്ലെങ്കിൽ ആ പിള്ളേർ കളിക്കുന്ന സ്ഥലത്ത് പോയിട്ട് അവിടെ ചെന്ന് വലിയൊരു ഇഷ്യൂ ക്രിയേറ്റ് ചെയ്ത് പിള്ളേരെ എല്ലാം പേടിപ്പിച്ച് ഇപ്പൊ ഇത് റെഡിയാക്കിയിട്ട് വിടാനേ പറ്റത്തുള്ളൂ എന്ന രീതി അവിടെ ഒരു വലിയൊരു അലമ്പ് സൃഷ്ടിച്ച് വലിയൊരു സാധനം ഉണ്ടാക്കി, ഒരു വിപ്ലവകരമായിട്ടൊരു കാര്യം ഉണ്ടാക്കി. ആ ഹോട്ടലിനുടമേ പറയാനുള്ളതെല്ലാം പറഞ്ഞ് ഹോട്ടലിന്റെ പേര് ദോഷം കൂട്ടിത്തരുമെന്നൊക്കെ പറഞ്ഞ് ഭീഷണിപ്പെടുത്തി അവരെ കൊണ്ട് വരെ 19,000 രൂപ മുടക്കിപ്പിക്കുകയും ചെയ്തു. അതിനുശേഷമാണ് ഈ പരിപാടിയായിട്ട് വീണ്ടും ഇറങ്ങിയിരിക്കുന്നത്. ആ ഒരു വോയിസ് ക്ലിപ്പ് ഒന്ന് നമുക്കൊന്ന് കേൾക്കാം.
അപ്പൊ അവര് പറഞ്ഞത് ഓണർ പിടിച്ചിട്ടേ അവിടെ സ്റ്റാഫ് വീഡിയോ എടുത്തത് ഓണർ പറഞ്ഞത്രേ ഇതിന്റെ പേരിൽ ഒരു ഇഷ്യൂ ആക്കണ്ടെന്ന് പറഞ്ഞിട്ട് ഓണർ പിടിച്ചിട്ട് അവിടെ ഉണ്ടായിരുന്ന ക്ലീനിങ് സ്റ്റാഫ് ഉണ്ടായിരുന്ന ചേച്ചി ഉണ്ടായിരുന്നു. മുപ്പത്തേര് അത് ഡിലീറ്റ് ആക്കി. ഞാൻ പറയുന്നത് എന്ത് പണിയാണ് ചെയ്തത്, എനിക്കൊന്ന് അയച്ചു തന്നതിന് ശേഷം എന്ത് ചെയ്താലും വേണ്ടിയില്ലായിരുന്നു. ഞാൻ ഒരാളെടുത്ത് ഇവിടെ ഇങ്ങനെ സംസാരിച്ചിരുന്നിട്ടേ ഉള്ളൂ. ആരെങ്കിലും അടുത്തൊരു എന്തെങ്കിലും ഒരു എവിഡൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് വെച്ചിട്ട് എന്തെങ്കിലും ചെയ്യായിരുന്നു. അത് അത്രയും ദേഷ്യമായിക്കണം അവന്റെ ഇന്നത്തെ പ്രകടനം വെച്ചിട്ട് നോക്കുമ്പോ. അപ്പൊ അവര് പറഞ്ഞു ഞാൻ പറഞ്ഞിട്ട് ഇന്നലെ വൈകിട്ട് പിന്നെ ഈ ലേക്ക് വ്യൂ റിസോർട്ടിലേക്ക് ഇവൻ മാത്രല്ല കേട്ടാ, ഇവനും ഇവന്റെ കൂടെ ആശയുണ്ട്, പിന്നെ ഒരു ശ്രീലക്ഷ്മി എന്ന് പറഞ്ഞിട്ട് ഒരു പെണ്ണെടുത്തില്ലേ മൊട്ടടിച്ചിട്ടൊരു പെൺകുട്ടി, അത് പിന്നെ വേറൊരു അവന്റെ വീഡിയോയിലെല്ലാം മുടി നീട്ടി വളർത്തിയിട്ട് ഒരു പയ്യനില്ലേ ഇപ്പൊ ലേറ്റസ്റ്റ് ഇപ്പൊ വന്നിട്ടുള്ള അവനുണ്ട്. പിന്നെ വേറൊരുത്തരുണ്ട് ഒരു ഇതേമാതിരി തന്നെ ഈ ടൈപ്പ് ഒരു സ്ത്രൈനതുള്ള ഒരു ചങ്ങായിണ്ട്, എനിക്ക് അയാളെ പേരറിയാം, അതുണ്ട്. അങ്ങനെ കുറച്ച് പേര് ഒരുമിച്ചിട്ടാണ് ഇവർ ഇവിടെ ഫോട്ടോഷൂട്ട് ചെയ്യാന്നൊക്കെ പറഞ്ഞിട്ട് വന്നതാണ്. സാധാരണഗതിയിൽ ഇവിടെ 3 വർഷമായി ഈ റിസോർട്ട് വന്നിട്ട്. ഞങ്ങൾക്ക് ഇവിടെ ഒരുപാട് സെലിബ്രിറ്റീസ് വന്നിട്ടുണ്ട്. നമ്മളെ പിന്നെ എന്താണ് ഈ വേറൊരു എന്തോ ഒരു സുലൈഖ മൻസിൽ എന്ന് പറഞ്ഞിട്ടൊരു പടല്ലേ, അതിലെ നായകനൊക്കെ ഇവിടെ വന്നിട്ടുണ്ട്. അവരെ സെലിബ്രേഷൻ ബർത്ത്ഡേ വലിയ 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 ഗസ്റ്റുകളൊക്കെ ഇവിടെ വരാറുണ്ട്. അവർ ജർമ്മനിയിൽ വരെ ഗസ്റ്റുകൾ വരാറുണ്ട്. അവരെ വണ്ടിക്കോ കാര്യങ്ങൾക്കോ ഒന്നും ഇവിടെ കുട്ടികൾ വരക്കെ ഒരു പ്രശ്നം ഇന്ന് വരെ ഉണ്ടായിട്ടില്ല. ഇവരിത് പിന്നെ ഇവിടെ വന്നിട്ട് വണ്ടി ഇട്ടിട്ട് പോയപ്പോ ഇന്റെ മോളെ പേരാണ് എഴുതിയിട്ടുള്ളത്, അടുത്ത വീട്ടിലൊരു പയ്യനാണ് എഴുതിയത്. അപ്പൊ എന്റെ മോളെ പേരാണ് അവന്റെ പേര് വെച്ചിട്ട് ജാസിന്ന് ലാസ്റ്റ് വെച്ചിട്ട് എഴുതിയിട്ടുള്ളത്. എന്റെ മോള് ചെറുതാണ്, 1ാം ക്ലാസ്സിലാണ്. അവളങ്ങനെ ഇങ്ങനെ എഴുതൂല, കാരണം അവളൊക്കെ വണ്ടി ഓടിക്കണതാണ്, അപ്പൊ അവൾക്ക് അറിയാം കല്ലുകൊണ്ട് എഴുതാൻ വഴി. അങ്ങനെ ഇവന് വന്നിട്ട് വെള്ളം വെച്ചത് ഇവൻ പറഞ്ഞത് ഇന്നലെ ഞാൻ വെച്ച് ഇവന് ഷോറൂമിൽ നിന്ന് ഇറക്കിയിട്ടുള്ളൂ അത്ര, വണ്ടി എവിടോ തട്ടിയിട്ടോ എന്താ ചെയ്തിട്ട് ഷോറൂമിൽ ഇതായിട്ടുള്ളൂ. അപ്പൊ ഇത് ആരാണ് ഇത് ഇവിടെ ചെയ്തിട്ടുള്ളത്, എനിക്ക് പേയ്മെന്റ് വേണം, എനിക്കത് സഹിക്കാൻ പറ്റുന്നില്ല. അങ്ങോട്ട് ഇവന് നിർത്താതെ ചെലച്ചോണ്ടിരിക്കണം, വൃത്തികേടുകളാണ് ഇവൻ പറയുന്നത് മുഴുവൻ. ഇത് കണ്ടിട്ട് പ്രഷറായിട്ട് അവിടെ ചേച്ചിന്റെ തൊട്ടടുത്തൊരു ഞാൻ പറഞ്ഞില്ല ക്ലീനിങ് സ്റ്റാഫ് ഉണ്ട്, അവർ വീട് തൊട്ടടുത്താണ്. അവരുടെ വീടിന്റെ തൊട്ടടുത്ത് വേറൊരു ചേച്ചിന്റെ കുട്ടികളുണ്ട്, അവരൊക്കെ ഒരേ പ്രായക്കാരാണ്, എന്റെ മോളും ഒക്കെ. അപ്പൊ ഒരുമിച്ചിട്ടാണ് അവർ കളിക്കുക. അപ്പൊ ആ ഭാഗത്തേക്ക് അവള് ഓടി പോവാണ്, സ്പീഡിൽ പോയിട്ട് അവരുടെ അടുത്ത് പോയിട്ട് ആരാണ് ഐഷ എന്ന് പറഞ്ഞിട്ടാണ് അവിടെ നിന്ന് സംസാരിക്കുന്നത്. അവളെ വിളിച്ചുകൊണ്ട് പാടി എന്റെ പേരൻസിനെ വിളിക്കടി, എന്തൊക്കെയാണ് അവൾ അവിടെ നിന്ന് പറയുന്നത്. അതങ്ങനെ നമ്മളെ സംസ്കാരത്തിന്റെ ഒരു കാറിനകത്ത് പോട്ട പിള്ളേര് പേരെഴുതി അല്ലെങ്കിൽ വലിയൊരു പേരെഴുതി ആര് പേരെഴുതിയാലും ഞാൻ ഒരു കാര്യം പറയട്ടെ, ഇമാതിരി കല്ലുകൊണ്ടൊക്കെ എഴുതുമ്പോഴത്തേന് സ്വന്തം പേര് പിടിച്ചു വെച്ച് എഴുതുന്ന ആൾക്കാരെ എനിക്ക് മനസ്സിലാവുന്നില്ല. ആർക്കെങ്കിലും പണി കൊടുക്കാൻ വേണ്ടിയായിരിക്കും അങ്ങനെയൊക്കെ ചെയ്യുന്നത്. ഈ ട്രെയിനിനകത്ത് നമ്പർ എഴുതും പേരെഴുതും ഒക്കെ ചെയ്യത്തില്ല, സ്വന്തം നമ്പർ ട്രെയിനിനകത്ത് പോയിട്ട് ആരെങ്കിലും വെടിയെന്നും പറഞ്ഞെടുത്ത് വെക്കത്തില്ല. അതുപോലൊരു പ്രവണത ഈ കാറിനകത്ത് കല്ലുകൊണ്ട് എഴുതുന്നത്. കാറിനകത്ത് ചിലപ്പോൾ എഴുതും, മറ്റേ പൊടിയുടെ പുറത്തും ഗ്ലാസിന്റെ പുറത്തും വിരലോട്ട് നമ്മൾ എഴുതും, ചിലപ്പോൾ നമ്മുടെ പേര് എഴുതുമായിരിക്കും, അല്ലെങ്കിൽ നമ്മൾ ഇഷ്ടപ്പെട്ട ഒരാളുടെ പേര് എഴുതുമായിരിക്കും. പക്ഷെ കാറിനകത്ത് ഇങ്ങനെയൊക്കെ പണി കൊടുക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇഷ്ടമില്ലാത്ത ഒരാളുടെ കാര്യമായിരിക്കും നമ്മൾ അവിടെ ചെയ്യാൻ പോകുന്നത്. അതിന് ആ കുട്ടിയെ തപ്പിപ്പിടിച്ച് അവിടെ ചെന്ന് അവരെ മാതാപിതാക്കളെ അന്തക്ക് വിളിക്കാൻ പോകുന്ന ഒരു പരിപാടി. അതായത് ഈ പറഞ്ഞു വരുന്ന കാര്യം ലേറ്റസ്റ്റ് ഇഷ്യൂ ഓപ്പറേഷന്റെ കാര്യമൊക്കെ ഇപ്പൊ നടന്ന കാര്യമാണ്. അപ്പൊ ഈ സമയത്ത് നടന്നു കൂട്ടിയിട്ടുള്ള കാര്യങ്ങളാ, അല്ലെങ്കിൽ കാണിച്ചു കൂട്ടിയ കാര്യങ്ങളാ. അതെ എന്ത് ഓപ്പറേഷൻ എനിക്കറിയില്ല, ഓപ്പറേഷൻ ചെയ്തിട്ടുണ്ടോന്നും. കാരണം അവിടെ അത് കണ്ടു നിന്നിട്ടുള്ള ആളുകളൊക്കെ പറഞ്ഞു ഇവര് ഇത് ഓപ്പറേഷൻ ഒന്നും ചെയ്തിട്ടില്ല, കാരണം ഇത്രയും സ്പീഡിലൊക്കെ നടക്കാനാകും. കാരണം ഡൗൺ ഓപ്പറേഷൻ ഒരിക്കലും ചെയ്തിട്ടുണ്ടാവില്ല. കാരണം അങ്ങനെ ഞാൻ കേട്ടിട്ടേ ഉള്ളൂ, എനിക്ക് ഇതിനെ പറ്റിയിട്ട് കൂടുതൽ ഡീറ്റെയിൽഡ് ആയിട്ട് അറിയില്ല. അത് ചെയ്തവർ പറയുന്ന ഇന്റർവ്യൂസ് ഒക്കെ കേട്ട സ്ഥിതിക്ക് പിന്നെ അത്രയും ഭയങ്കര ഡേഞ്ചർ ആയിട്ടുള്ള സംഭവമാണ് അത്. പക്ഷെ ഇതൊന്നുമില്ല. ഇവര് ഹോർമോൺ ട്രീറ്റ്മെന്റ് ഒക്കെ ചെയ്യേണ്ടിയിരിക്കും, ലേസർ ട്രീറ്റ്മെന്റ് ഒക്കെ അതൊക്കെ ചെയ്യേണ്ടിയിരിക്കും. അല്ലാണ്ട് ഇവർ ഇതൊന്നും ചെയ്തിട്ടില്ല എന്ന് മനസ്സിലായി. ഇവിടെ വന്നിട്ട് ഭയങ്കര ബഹളായിരുന്നു. അത് ഞാൻ ആ സ്പോട്ടിൽ എന്റെ ഹസ്ബൻഡിനെ വിളിച്ച്, മുപ്പര് ഇവിടെ അടുത്ത് എവിടെയോ ഉള്ളതുകൊണ്ട് മുപ്പര് പെട്ടെന്ന് വന്നിട്ട് സംസാരിച്ചപ്പോൾ ഭയങ്കര അങ്ങനെ തെറിയാണ് പറയുന്നത് എന്റെ ഹസ്ബൻഡിനോട്. ഞാൻ ഇന്നലെ കൊടുത്തിട്ടുള്ള എനിക്ക് വിഷമം ഉണ്ടാവും അങ്ങനെ വണ്ടി കൊടുക്കണം. അപ്പൊ അവൻ പറഞ്ഞു, അപ്പൊ എന്റെ ഹസ്ബൻഡ് പറഞ്ഞു വണ്ടി ആയാലും തട്ടുമുട്ടൊക്കെ ചെയ്യും. ഞാൻ ഈ BMW ആയിട്ട് നടക്കുമ്പോൾ ഇലക്ട്രിക്കിന്റെ പുതിയ വണ്ടിയാണ്, എത്ര തവണ തട്ടിയിട്ടുണ്ട് മുട്ടിയിട്ടുണ്ട്. അതൊക്കെ പിന്നെ ഈ ചെറിയ പിള്ളേരെ അടുത്ത് നമ്മൾ കുട്ടികളാകുമ്പോൾ നിങ്ങൾ പിന്നെ റിസോർട്ടിന്റെ ആൾക്കാരാകുമ്പോൾ അവരാണ് ഈ പാർക്കിംഗ് സൗകര്യം പ്രൊവൈഡ് ചെയ്യുന്നത്. അല്ലാണ്ട് പിന്നെ എവിടെങ്കിലൊക്കെ പിന്നെ വഴിയിലൊക്കെ കൊടുന്ന് പാർക്ക് ചെയ്തിട്ട് അവർ ചെയ്ത് ഇവർ ചെയ്തു എന്നൊന്നും പറഞ്ഞിട്ട് ഇവിടെ ബഹളം വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നിങ്ങൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ എന്റെ മക്കൾ എന്തെങ്കിലും ചെയ്തതായിട്ട്? നീ കണ്ടോ എന്ന് വെച്ചാൽ ഞാൻ കണ്ടടാ, അങ്ങനെ ഞാൻ കണ്ടെടുത്താന്ന് പറഞ്ഞിട്ട് പിന്നെ തെറിയാൻ പറയുന്നത് അങ്ങനെ. അപ്പൊ എന്റെ ഹസ്ബൻഡ് ആ കാറിൽ 2 അടി അടിച്ചിട്ട് പറഞ്ഞേ, വേണമെങ്കിൽ ഇത് ഞാൻ പൊളിച്ചിടുകയോ എന്ത് ചെയ്യുമെന്ന് വെച്ച്. മര്യാദക്ക് സംസാരിക്കണം, കാരണം ഇങ്ങനെ ഇത്രയും ആൾക്കാരെ മുന്നിൽ സൂക്ഷിച്ച് സംസാരിക്കണം, ഇങ്ങനത്തെ രൂപത്തിലല്ല സംസാരിക്കാം. മാന്യമായിട്ട് സംസാരിച്ചാൽ അതിന് മാന്യമായിട്ട് നമുക്ക് ഇത് ചെയ്യാം. അയാള് നല്ലപോലെ സംസാരിക്കുകയാണെന്നുണ്ടെങ്കിൽ എന്ത് നഷ്ടം ഉണ്ടെന്നുണ്ടെങ്കിലും നമ്മൾ എന്താ പറയാ, നമുക്ക് നമ്മുടെ കുട്ടികളെ ന്യായീകരിക്കാനോ അല്ലെങ്കിൽ ബാക്കിയുള്ളവരെ ഇതാക്കിയിട്ട് മുപ്പർ അങ്ങനെ ഈകരിക്കാനോ അങ്ങനെയൊന്നും അല്ല. പക്ഷെ ഒരു നാട്ടിൽ നിന്ന് ഒരു നാട്ടിലേക്ക് വരുമ്പോൾ നമ്മൾ ഇങ്ങനെയൊക്കെ ഇവരെന്തോ ബാധകര്യമായിട്ടാണ് എല്ലാവരുടെ അവർ സംസാരിക്കുന്നത്. അങ്ങനെ ഭയങ്കര സീന് ക്രിയേറ്റ് ചെയ്ത് നാട്ടുകാരൊക്കെ അവിടെ ഉണ്ടായിരുന്ന ചുറ്റുമുള്ള ആളുകളൊക്കെ കൂട്ടി വലിയൊരു സംഭവമാക്കി. അപ്പൊ അതിൽ പകുതി പേരും പറയുന്നത് കുട്ടികൾക്ക് എന്തറിയാൻ പറ്റും, നിങ്ങൾ പിന്നെ ഇതൊക്കെ ശ്രദ്ധിക്കണ്ടേ, നിങ്ങൾ ഇത്രയും പേരുണ്ടല്ലോ ഒരാളെ കാറിന്റെ അവിടെ നിർത്തിക്കൊണ്ടിരുന്നു. പിന്നെ മറ്റൊരു തന്നെ അതെന്ന് പറഞ്ഞ് സ്വന്തം പിന്നെ നിങ്ങളുടെ മകള് തന്നെയാണ് എഴുതിയത്, പിന്നെ അവനവന്റെ പേരല്ലേ അവനവൻ എഴുതുള്ളൂ. അയാൾക്ക് തീരെ ബുദ്ധിയില്ലേ? കാരണം നമുക്ക് വേറെയുള്ളവരുടെ പേരൊന്നും എഴുതാൻ അറിയില്ല. ഒരു കുട്ടിക്ക് എഴുതാനും വായിക്കാനും അറിയണ്ടെന്നുണ്ടെങ്കിൽ എന്തൊക്കെ എഴുതാം. അതിപ്പോ എന്റെ മോളെ ആയതുകൊണ്ടാണ്. അല്ല അച്ഛനെ വല്ല ചിത്രവും കോറിയുടെ ഒക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇവൻ എങ്ങനെ കണ്ടുപിടിക്കും? പിന്നെ ആ പേര് വെച്ചിട്ടാണല്ലോ.
വീഡിയോ കിട്ടി, വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു. അത് പിന്നെ ഓണർ എന്ത് പണിയാണ് അവൻ ചെയ്തത്. അപ്പം അവര് പറഞ്ഞിട്ട് പിന്നെ ഇതിന്റെ പേരിൽ ഇനി ഇഷ്യൂ വേണ്ടെന്ന് പറഞ്ഞത്. കാരണം അവര് പിന്നെ ഇനിയിപ്പോ എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടെങ്കിൽ തന്നെ ഓണർ പിന്നെ വിചാരിക്കുന്നത് എന്താ വെച്ചാൽ ഇവർ ഇങ്ങോട്ട് കോൺടാക്ട് ചെയ്തിട്ട് അത് റിജക്ട് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അവരുടെ ആ ഒരു ഡിസ്ക്രിമിനേഷൻ ലെവലിൽ ഇവരെ പിന്നെ ബിസിനസിനെ ഡൗൺ ആക്കുന്ന രൂപത്തിൽ അവർ വീഡിയോ ചെയ്ത് അതൊരു ഇഷ്യൂ ആക്കും. അങ്ങനെയാണല്ലോ അവർ ചെയ്യാറ് സാധാരണ. പിന്നെ ഞങ്ങൾ അങ്ങനെ കോൺടാക്ട് ചെയ്ത് പോയി ഇത് നിരസിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് അവർ അതിനെ വലിയ ഇഷ്യൂ ആക്കണമെന്ന് വിചാരിച്ചിട്ടാണ് അവർക്ക് ഒരു ചാൻസ് കൊടുത്തത്. അത് കാരണം അയാൾക്ക് വലിയ നഷ്ടമൊന്നും ഉണ്ടായിട്ടില്ല. പാവം മനുഷ്യനാണ് അയാൾ. പക്ഷെ ഇവള് കുറച്ചെങ്കിലും ഒരു മാന്യമായിട്ട് ചിന്തിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത്രയും ക്രൂരമായിട്ട് അയാൾ എടുക്കുന്ന ഇത്രയും വലിയ പേയ്മെന്റ് ഒന്നും മേടിക്കേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല. പകുതിയോ അങ്ങനെ 80,000 എന്തോ ആയി എന്നാണ് പറഞ്ഞത് അവര്. എന്നിട്ട് അയാളാണ് ഫുൾ പേയ്മെന്റും കൊടുത്തത്. നന്നാക്കി ആ കൊടുത്തിട്ടാണ് അവൾ ഹോട്ടൽ ഉടമയുടെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കേ. ഹോട്ടലിൽ റൂം കൊടുത്ത് അത് പോരാ ചേട്ടാ, അതും വെളിയിലെക്കാണ്ട് പോയി കൊണ്ട് പാർക്ക് ചെയ്തതിനകത്ത് ആരോ വരച്ച് പേരെഴുതിയതിന് ഹോട്ടലിന്റെ പേര് ദോഷം വരാതിരിക്കാനും അവർക്കെതിരെ വീഡിയോ ഇടാതിരിക്കാനും ഭീഷണിപ്പെടുത്തി ആ കാറും റെഡിയാക്കി കൊടുപ്പിച്ച് 19,000 രൂപയ്ക്ക് ആ കാർ അവരെ കൊണ്ട് റെഡിയാക്കി. ലോട്ടറി ആർക്ക് അടിച്ചു, ഹോട്ടലുകാർക്ക് അടിച്ചു. അപ്പൊ ഇതുപോലൊരു പരിപാടിയൊക്കെ ഇങ്ങനെ കാണിച്ചു കൂട്ടുമ്പോഴും അല്ലെങ്കിൽ ജനങ്ങൾക്കിടയിൽ ഇങ്ങനെ നെഗറ്റിവിറ്റി വീണ്ടും പ്രചരിപ്പിക്കുമ്പോഴത്തേക്കും നമ്മൾ ഈ കാണിച്ചു കൂട്ടുകയും ചെയ്തിട്ടുള്ള ചെറിയ ചെറിയ ഓരോ കാര്യങ്ങളുണ്ട്. ഇതെല്ലാം ഇതുപോലെ ജനങ്ങൾക്കിടയിലേക്ക് പൊങ്ങി വരും. അതാണ് ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇനി കുറെ പ്രീവിയസ് സാധനങ്ങൾ വരുന്നുണ്ട്. അതായത് ഈ ആണായിട്ട് ജീവിച്ച സമയത്ത് പല സ്ട്രീം എന്ന് പറയാൻ പറ്റത്തില്ല, എന്ത് ഇവരുടെ വീഡിയോ കോൾ എന്താ പരിപാടിയൊക്കെ ഉണ്ടല്ലോ അവിടെ കാണിച്ചു കൊടുക്കുന്നത്. അങ്ങനെയുള്ള ഒരുപാട് സാധനങ്ങൾ ഇവിടെ പഴയ ഇന്റർവ്യൂ, ആശയായിട്ട് ബന്ധപ്പെട്ടത്, ഇടി ആശി വേറൊരു പെണ്ണിന്റെ കൂടെ പോയപ്പോഴത്തേക്ക് ഇവ കിടന്ന് കാണിച്ചു കൂട്ടുന്ന പരിപാടികൾ, രണ്ട് മൂക്കിടിച്ച് ചൊക്കര കണ്ണ് കണക്ക് 2 ഇരിക്കുന്ന ഒരു വീഡിയോ ദൈവമേ കണ്ട് ചിരി വരും. അത് ഇനി എടുത്ത് ജനങ്ങളെ ചർച്ചയാക്കണമെന്ന് വെച്ചാൽ സാധനം എടുത്ത് വീഡിയോ ഒക്കെ കൊണ്ടുവരാത്തത്. അപ്പം ശരിയെന്നാ.